നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ആഴ്ചയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രതീക്ഷകളോടും കൂടി നമ്മളൊരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. ഇന്ന് വാർത്തകളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരുടെ ഒരു മഹാസംഗമം തന്നെ. അവരുടെ സമരം ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരൊരു വലിയ സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം, ആ മഹാസംഗമം ഇന്ന് നടക്കുകയാണ്. 7000-ഓളം ആശമാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ഇന്ന് അവരുടെ പ്രധാന ലക്ഷ്യം. സെക്രട്ടേറിയറ്റിലേക്ക് പരമാവധി എത്തുന്ന ആളുകളെ തടയും എന്നാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുകയാണ്. നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ വേണ്ടുവോളം വിഷയങ്ങളുണ്ട്. ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമ്മൾ പോകുന്നു നാട്ടിൽ എന്തുണ്ട് എന്ന് കാണാൻ. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഗ്രാമ്പിയിൽ ഒരു കടുവ ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കുകയാണ്. ഇന്നലെ പെട്ടെന്ന് ഈ കടുവയെ കാണാതായി. പക്ഷേ ഇന്നിപ്പോൾ വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവ ഇറങ്ങി എന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ വരുന്നത്. ഗ്രാമ്പിയിൽ കണ്ട കടുവ തന്നെയാണ് ഇതെന്നാണ് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പിന്റെ സംഘം സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, പശുവിനെയും വളർത്തുനായയെയും കടിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ കടുവ തീരെ അവശനാണ്, അധിക ദൂരം പോകാൻ കഴിയില്ല എന്നൊക്കെ ആയിരുന്നല്ലോ ഇന്നലെ വനം വകുപ്പ് പറഞ്ഞത്. ഇതിപ്പോൾ ഈ ഗ്രാമ്പിയിൽ നിന്ന് എത്ര അകലെയാണ് ഈ ഭാഗം? എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഈ വനമേഖലയോട് പെരിയാർ വന്യജീവി വനമേഖലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് അരണക്കൽ. ഈ മേഖലയിലാണ് രാത്രിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി കടുവ ഈ വണ്ടിപ്പെരിയാറിലുള്ള ഗ്രാമ്പിരിയും അരണക്കൽ തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ഥിരമായി ഇറങ്ങിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിൽ ഇറങ്ങുകയും ഒരു ദിവസം തന്നെ 2 തവണ ആളുകൾ കടുവയെ കാണുകയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. തുടർന്ന് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികളൊക്കെ റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും കൂടുതൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കടുവ വളരെ അവസരമാണെന്നും കാലിന് ഗുരുതരമായി പരിക്കുണ്ടെന്നും എന്നൊക്കെയായിരുന്നു അന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്ന് കൂട് സ്ഥാപിച്ചെങ്കിൽ പോലും കൂട്ടിലേക്ക് കടുവ എത്താത്തൊരു സാഹചര്യം ഉണ്ടായി. അത് തുടർന്നാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം അതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ആദ്യ ദിവസം അത് പൂർത്തീകരിച്ചില്ല. സമയം വൈകി എന്ന് അറിയിച്ചുകൊണ്ടത് ഇന്നലെ മാറ്റുകയായിരുന്നു. എന്നാൽ ഇന്നലെ കടുവയെ കണ്ടെത്താൻ പോലുമായില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കടുവ ഇവിടുന്ന് മാറില്ല, അധിക ദൂരത്തേക്ക് പോയില്ല, കാലിന്റെ പരിക്കുണ്ട് എന്നൊക്കെ വനംവകുപ്പ് വ്യക്തമാക്കിയെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കടുവ ഈ മേഖലയിൽ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള അരണക്കൽ ഭാഗത്തേക്ക് കടുവ പോയി എന്നതായിരുന്നു ഇന്നലെ തന്നെ വനംവകുപ്പിന്റെ നിഗമനം. ഇന്ന് എത്തിച്ച ഡോഗുകളൊക്കെ കടുവയുടെ കാൽപാദങ്ങളൊക്കെ പിന്തുടർന്ന് ഈ വനമേഖലയോട് ചേർന്നുള്ള അരണക്കൽ ഭാഗത്തേക്കൊക്കെ എത്തിയിരുന്നു. ആ പ്രദേശത്തേക്ക് ആ വഴി ഉൾവരത്തിലേക്ക് പോയി കാണും എന്നായിരുന്നു വനംവകുപ്പിന് നിൽക്കുന്നത്. ഇത് സമാനമായ രീതിയിലാണ് ഇന്നും കടുവയുടെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം കടുവയെ പിടികൂടുന്നതിനായി 3 കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച കൂടുകൾ കൂടാതെ 2 കൂടുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കടുവയെ കണ്ടെത്തുന്ന നിമിഷം തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ആലോചനയും വനംവകുപ്പിനുണ്ട്. അങ്ങനെ തന്നെ ചെയ്യും എന്നാണ്, മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കാരണം ഇതിന്റെ ചികിത്സ നൽകേണ്ട സാഹചര്യം കൂടി ഉണ്ട്, കാലിന്റെ പരിക്കുണ്ട് എന്ന് പറയുന്നു. ഒപ്പം നാട്ടുകാരുടെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. കാരണം കൃത്യമായ വനംവകുപ്പ് ഇടപെടുന്നില്ല, കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അത് സാധിക്കാതെ വന്നു എന്നൊക്കെ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒപ്പം തുടർച്ച ഈ മേഖലയിൽ കടുവയുടെ ഒരു ആക്രമണം വളർത്തുന്നവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കടുവയെ പിടികൂടിയില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഗ്രാമ്പിയിൽ കണ്ടവ കടുവ തന്നെയാണ് എന്ന് കരുതുന്നു. അതിന് സമീപ പ്രദേശത്ത് വീണ്ടും അരണക്കല്ലിൽ ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പശുവിനെയും വളർത്തുനായയെയും ഈ കടുവ കടിച്ച് കൊന്നിരിക്കുന്നു. വനം വകുപ്പ് ജാഗ്രതയിലാണ്, തെരച്ചിൽ തുടരുന്നുണ്ട്. നാട് ചുട്ടുപൊള്ളുകയാണ്, കരുതിയിരിക്കണം.
വേനൽ ചൂട് ഇങ്ങനെ കടുക്കുമ്പോൾ വെള്ളറടയ്ക്ക്, തിരുവനന്തപുരത്തെ വെള്ളറടയ്ക്ക് പറയാനുള്ളത് ഒരു ദുരിത കഥയാണ്. വെള്ളത്തിന്റെ അറകളാൽ സമ്പന്നമായതിനാൽ വെള്ളറട എന്ന് പേര് കിട്ടിയ നാട്ടിൽ സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ലാത്തതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരിതം. വെള്ളറട പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിർമ്മിച്ചതായിരുന്നു ഈ കാണുന്ന കോവലൂർ കുടിവെള്ള പദ്ധതി. കോവല്ലൂർ ആറ്റിന് സമീപത്തു നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് നെല്ലിശ്ശേരിയിലെ സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം വീണ്ടും ശുചീകരിച്ചായിരുന്നു വിതരണ പദ്ധതി. കേരള വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ തുടക്കം കുറിച്ച പദ്ധതി അന്ന് നിലവിലുണ്ടായിരുന്ന 12 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ 2013 കാലഘട്ടത്തിൽ ചുമതല പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് കൂടിയായിരുന്നു ഇത് സ്മാരകമായി തീർന്നത്. ഈ കിണറിലെ വെള്ളം ഓരോ അംശം ഉണ്ട് എന്ന നിലയിലാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള സാങ്കേതിക നടപടികൾ യാഥാർത്ഥ്യമാക്കിയാൽ അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. ആക്കിയാൽ കേരള വാട്ടർ അതോറിറ്റിയുമായി സംയോജിപ്പിച്ച് ഈ പദ്ധതി വിപുലമായ രീതിയിൽ കുടിവെള്ള വിതരണം, ശുദ്ധജല വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള മാതൃകാപരവും ഭാവനാപൂർവമായൊരു നടപടിക്കാണ് തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ശ്രമം നടത്തേണ്ടത്. അതില്ലാത്തതാണ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ 23 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ആകെയുള്ള കാളിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭ്യമാകുന്ന കുടിവെള്ളമാണ് ഏക ആശ്രയം. ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ വരണം. ഈ വേനലൊക്കെ ആകുമ്പോൾ ഈ കടുമഴ, ഈ വേനൽ മഴയെന്ന് പറയുന്ന വെള്ളം ഒന്നാവുന്നില്ല. അപ്പോൾ അതിന് വേണ്ട അധികാരികൾ, ഇതിന് വേണ്ടവർ പ്രോജക്റ്റ് എന്തെങ്കിലും നമുക്ക് വെള്ളറട പഞ്ചായത്തോ എവിടെയെങ്കിലും പരിശോധന ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അല്ലാതെ വെള്ളം ആർക്കും കിട്ടുന്നില്ല. സമീപ പഞ്ചായത്തുകളിൽ നിരവധി മിനി കുടിവെള്ള പദ്ധതികൾ രൂപം നൽകി വീടുകളിലേക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ച് മാതൃക കാട്ടുമ്പോഴാണ് വെള്ളറടയിൽ വേനൽക്കാലം ദുരിതമാകുന്നത്. ടാപ്പ് തുറന്നാൽ കാറ്റ് മാത്രം വരുന്ന പൈപ്പുകളാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് 18 വെള്ളറട. വേനൽ ചൂട് കൂടിയാൽ പകലൊന്നും ആളുകൾ പുറത്തിറങ്ങില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നൈറ്റ് ഷോപ്പിങ്ങിന് അവസരമൊരുക്കുകയാണ് ഇപ്പോൾ മുക്കത്തെ വ്യാപാരികൾ. പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ടാണ് തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്നു മുതൽ രാത്രി 11:30 വരെ കടകൾ തുറക്കാൻ അവിടുത്തെ വ്യാപാരികൾ തീരുമാനിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യമൊരുക്കുന്നത്. വേനൽ ചൂടിന്റെ കാഠിന്യം കൂടിയ സാഹചര്യത്തിലാണ് മുക്കം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ വിപണി ലക്ഷ്യമിട്ട് രാത്രി 11:30 വരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തുണിക്കടകൾ, കൂൾ ബാറുകൾ, ഫുഡ്വെയർ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഗ്ലോസറി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളാണ് തിങ്കളാഴ്ച മുതൽ രാത്രി 11:30 മണിവരെ മുക്കം അങ്ങാടിയിൽ തുറന്ന് പ്രവർത്തിക്കുക. ഇതോടെ വിശ്വാസികൾക്ക് റമദാനിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെയും ടൗണിലെ ട്രാഫിക് തിരക്ക് ഒഴിവാക്കിയും സാധനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. എല്ലാ വ്യാപാര സ്ഥാപനവും അതുകൊണ്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉപകാരം തന്നെയാണ്. കാരണം നമുക്കറിയാം, കോവിഡിന് ശേഷം രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് കോവിഡിന് ശേഷം വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു പരിധിവരെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തർക്കമല്ല. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സംഘടന നൽകി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന അർത്ഥത്തിൽ അതിനെ എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി, ഗുണഭോക്താക്കൾക്ക് ഗുണപരമായിട്ടുള്ള ഒരു നീക്കം നമ്മൾ സംഘടിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ കൂടി ഭാഗമാണ് ഈ ഒരു നെറ്റ് പർച്ചേസിംഗ് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. നൈറ്റ് ഷോപ്പിംഗ് ആരംഭിക്കുന്നതോടെ മുക്കത്തെ പെരുന്നാൾ വിപണി കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 മുക്കം. നമ്മുടെ പെൺകുട്ടികളോട് ഏതൊരു സംവിധാനവും കരുതൽ കാണിക്കുമ്പോൾ അതൊരു നല്ല വാർത്തയാവും. വിദ്യാർത്ഥിനികൾക്കായി ആർത്തവ ദിനങ്ങളിൽ വിശ്രമിക്കാനുള്ള സൗകര്യവും ഭാവിയിലേക്ക് ലിഫ്റ്റ് സൗകര്യവും ഒക്കെയായി പാലക്കാട് ആനക്കര ഗവൺമെൻറ് സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം തുറന്നു കൊടുത്തിരിക്കുന്നു. ഒരു സർക്കാർ സ്കൂളാണ് അത്. ഇതൊക്കെയെന്ന് ഓർക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ വിപത്തായ ലഹരിയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും സമൂഹത്തിന് മുഴുവൻ ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു.
സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും 3,90,00,000 രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യ കെട്ടിടമാണ് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ വിപത്തായ ലഹരിയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും സമൂഹത്തിന്റെ മുഴുവൻ ജാഗ്രത വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ഗൗരവത്തോടെ ഈ വിപത്തിനെ ചെറുക്കാൻ രക്ഷിതാക്കളും തയ്യാറാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കരുതൂർ GLP സ്കൂളുണ്ട്. കഴിഞ്ഞ 3 കൊല്ലവും 10 മാസവും കൊണ്ട് ഈ തൃത്താല മണ്ഡലത്തിലെ 38 സ്കൂളുകൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും. 13,928 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ നിലയിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 ക്ലാസ് റൂം, 4 ലാബ് മുറികൾ, പെൺകുട്ടികൾക്ക് ആർത്തവ ദിനങ്ങളിൽ വിശ്രമിക്കുന്നതിനായി പ്രത്യേകം ഒരു മുറി കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഭാവിയിൽ ലിഫ്റ്റ് സംവിധാനം ഒരുക്കാൻ വേണ്ട സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വീട് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ഇറക്കുന്നതിന് യൂണിയൻ പ്രവർത്തകർ നോക്കുകൂലി ആവശ്യപ്പെടുന്നതായി പരാതി. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശികളായ ജിനേഷ്, സ്മൃതി ദമ്പതികളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഉടമസ്ഥൻ സാധനങ്ങൾ ഇറക്കാമെന്ന് ലേബർ ഓഫീസർ രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടും ഫലമുണ്ടായില്ല. പള്ളിച്ചൽ ഭഗവതിനട സ്വദേശി ജിനേഷ്, സ്മൃതി ദമ്പതികൾ സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് പലപ്പോഴായി നോക്കുകൂലി നൽകിയിരുന്നു. വിവിധ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ എല്ലാം ചേർന്നാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ നോക്കുകൂലി അമിതമായപ്പോൾ നെയ്യാറ്റിൻകര ലേബർ ഓഫീസറെ സമീപിച്ചു. ലേബർ ഓഫീസിൽ നിന്നുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. വീട് വെക്കാൻ നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്നതിന് ഉടമസ്ഥന് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന് ലേബർ ഓഫീസർ ജിനേഷിന് കത്ത് നൽകി. ഈ കത്ത് ജിനേഷ് യൂണിയൻ തൊഴിലാളികൾക്ക് നൽകി. എന്നാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. പോലീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ലേബർ ഓഫീസിൽ നിന്ന് മാഡം പറഞ്ഞത് യൂണിയൻകാർക്കെതിരെ മാഡം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിയൻകാരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വധഭീഷണി വരെ ഉണ്ട്. നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അവർ പോകും, വീട് വയ്ക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. യൂണിയൻ പ്രവർത്തകർ പ്രശ്നപരിഹാരത്തിനെത്തിയ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. വീട്ടുസാധനങ്ങൾ കയറ്റിറക്കി എന്നിവ ഗാർഹിക ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. മേൽപ്പറഞ്ഞ ജോലികൾ ചെയ്യുവാൻ ഇഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുവാൻ തൊഴിലുടമയ്ക്ക് നിയമമായി അധികാരവും അവകാശവും ഉണ്ട്. പക്ഷേ കക്ഷിയുടെ കോമ്പൗണ്ടിലായിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടുകൂടി പോലീസും നിശബ്ദരായി എന്നാണ് ജിനേഷിന്റെയും കുടുംബത്തിന്റെയും പരാതി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ലഹരിയുടെ വലകളർക്കാൻ പോലീസ് കാര്യമായ പ്രയത്നം നടത്തുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള കഞ്ചാവ് വേട്ട നടന്നു. കല്ലമ്പലം സ്വദേശി 72 വയസ്സുകാരനായ വിജയമോഹനാണ് റൂറൽ നർക്കോട്ടിക് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. പ്രതിയുടെ കൈവശം 1 കിലോഗ്രാം 80 ഗ്രാം, അതായത് ഏതാണ്ട് 2 കിലോയോളം കഞ്ചാവ് പ്രതിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധനയിലാണ് 72കാരൻ പിടിയിലാകുന്നത്. വടക്കേവയൽ ശാലി ഭവനിൽ സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന വിജയമോഹനാണ് റൂറൽ നർക്കോട്ടിക് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. പ്രതി കോളനികൾ കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് വിൽപ്പന നടത്തി വന്നത്. ഇതിനു മുമ്പും സമാനമായ കേസിൽ നിരവധി തവണ എക്സൈസ് ഇയാളെ പിടികൂടിയിരുന്നു. ലഹരി കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 1 മാസക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. വീണ്ടും വിൽപ്പന നടത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കല്ലമ്പലം പോലീസിന് കൈമാറി. ന്യൂസ് 18 കല്ലമ്പലം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ?
4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കുടുംബശ്രീയുടെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ കായംകുളത്തും പ്രവർത്തനം ആരംഭിച്ചു. കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ സ്ഥലമില്ലാത്തതിനാൽ പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിലാണ് സെന്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനും ആഭ്യന്തര വകുപ്പും ചേർന്നാണ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ നടപ്പിലാക്കുന്നത്. കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് മാനസികവും വൈകാരികവുമായ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിവിധ ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. കായംകുളത്ത് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്കാണേലും കുട്ടികൾക്കാണേലും മറ്റ് മാർജിനലൈസ്ഡ് ആവശ്യമുള്ള ആർക്കാണേലും നമ്മളിവിടെ കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കായിട്ട് ആഴ്ചയിൽ 2 ദിവസമായിരിക്കും കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 മണി മുതൽ 5 മണി വരെ സേവനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ സ്നേഹിത സെന്ററിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് 24 ഹവേഴ്സും ഈ ഒരു സേവനം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. സെന്ററിന്റെ ഉദ്ഘാടനം യു പ്രതിഭ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിവൈഎസ്പി ബാബുക്കുട്ടൻ, നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാമില അനിമോൻ, മായാദേവി, TS സുൽഫിക്കർ, വാർഡ് കൗൺസിലർമാർ, ഈസ്റ്റ് CDS ചെയർപേഴ്സൺ ഷീബ, മെമ്പർ സെക്രട്ടറി രജനി തുടങ്ങിയവർ പങ്കെടുത്തു. മാനസിക സംഘർഷത്തിലൂടെയൊക്കെ നമ്മുടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് പലപ്പോഴും അവരുടെ മാനസിക പിരിമുറുക്കം ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വരും എന്നുള്ള അവസ്ഥയിലാണ് ഗവൺമെൻറ്, ആഭ്യന്തര വകുപ്പും തദ്ദേശഭരണ വകുപ്പും കുടുംബശ്രീ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ സ്നേഹിത എക്സ്റ്റൻഷൻ ഹെൽപ്പ് ഡെസ്ക് എന്ന വലിയൊരു പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട തദ്ദേശഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് കേരളത്തിലെ മൊത്തം സെന്ററുകളിലും ഒറ്റ ഉദ്ഘാടനത്തിലൂടെയാണ്, അതായത് കേന്ദ്രങ്ങളിൽ നമ്മൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ തർക്കങ്ങൾ തുടങ്ങിയവ നേരിടുന്നവർക്ക് താൽക്കാലിക സംരക്ഷണവും മാനസിക പിന്തുണയും ഇത്തരം സെന്ററുകൾ ഉറപ്പാക്കും. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 2 ദിവസമാണ് സെന്ററിന്റെ സേവനം ലഭ്യമാവുക. ന്യൂസ് 18 കായംകുളം. അപകടാവസ്ഥയിലായ കോയിക്കപ്പടി പാലം പുനർനിർമ്മാണത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറുകയാണ്. സാമൂഹിക ആഘാത പഠനത്തിന് അംഗീകാരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അംഗീകാരവും ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് കിട്ടിയിരുന്നു. അപകടാവസ്ഥയിലായ കായംകുളം എരുവ കോയിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വഴിയൊരുങ്ങുന്നു. പുനർനിർമ്മാണത്തിന് മുന്നോടിയായി നടത്തിയ സാമൂഹികാഘാത പഠനത്തിന് വിദഗ്ധ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. കോയിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 2022 ഭരണാനുമതി ലഭിച്ചത്. കരിപ്പുഴ തോടിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിനായി 4,60 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പാലത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 26 മീറ്റർ നീളമാണുള്ളത്. നടപ്പാത ഉൾപ്പെടെ 10.5 മീറ്ററാണ് വീതി. പാലത്തിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾ, മരങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ തിട്ടപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്താനുള്ള ജോലികളാണ് ആരംഭിക്കാനുള്ളത്. നമ്മുടെ കായംകുളത്തെ കോയിക്കപ്പടി പാലത്തിന് 4.59 കോടി രൂപയാണ്, ഏകദേശം 5 കോടി രൂപയുടെ അടുത്താണ് അനുവദിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളാലാണ് ആ പാലത്തിന്റെ നിർമ്മാണം വൈകിയത്. കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹൈറ്റ് സംബന്ധിച്ചൊരു അനുവാദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ആ സ്ഥലമെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ കോയിക്കപ്പടി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വളരെ വേഗത്തിലാക്കാൻ പരിശ്രമിക്കുകയാണ്. കായംകുളം മുട്ടം റോഡിനെയും കായംകുളം തിരുവല്ല റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് കോയിക്കപ്പടി പാലം. കോയിക്കപ്പടി പാലം പൂർത്തിയാക്കുന്നതോടെ കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്നും എരുവ വഴി നേരിട്ട് കായംകുളം തിരുവല്ല റോഡിലേക്ക് എത്തുവാൻ കഴിയും. ഇടുങ്ങിയ എരുവ കോയിക്കപ്പടി പാലം
പുനർനിർമ്മിക്കണമെന്നുള്ളത് പ്രദേശവാസികളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ന്യൂസ് 18 കായംകുളം. പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. അപ്രോച്ച് റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കി. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം ചേർന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 90% പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് വഴി 102 കോടി രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുള്ള ഭൂവുടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം നടന്നു. രണ്ടാം ഘട്ട യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ചേർന്നത്. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ യോഗത്തിൽ ധാരണയായി. രണ്ട് സൈഡിലും ഇപ്പുറം അപ്പുറം ആളുകൾ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടു തന്നാൽ റോഡിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടത്താം. ഇതേ കമ്പനിയാണ് നടത്തുന്നത്. അപ്പം അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പാലം പണി കഴിഞ്ഞു, ഇനി 10 മാസം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പ്രയാസമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കാരണം അവർക്ക് വേറെയും വർക്കുള്ളതാണ്. ഇതിനു വേണ്ടി മാത്രം അവർ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു സ്ഥിതി വരും. ഈ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 30 ഷട്ടറുകളാണുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കല്യാൺ സിൽക്സ് കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ നടത്തിവരുന്ന ബ്രൈഡൽ സാരി ഫാഷൻ ഷോ സീരീസിന്റെ കൊച്ചി എഡിഷൻ കല്യാൺ സിൽക്സിന്റെ കൊച്ചി ഷോറൂമിൽ നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഡ്രൈപ്പ് സാരിയായ രാജ് ഖരാനയുടെ ലോഗോ PK വിനോദ് MLA TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എറണാകുളം ACP ജയകുമാർ, കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 3 റൗണ്ടുകളിലായി നടന്ന ഫാഷൻ ഷോയിൽ ആദ്യത്തെ റൗണ്ടിൽ രാജ് ഖരാന സാരികളും 2ാം റൗണ്ടിൽ ലഹങ്കയും 3ാം റൗണ്ടിൽ ഡിസൈനർ സാരികളുമാണ് പ്രദർശിപ്പിച്ചത്. ഫാഷൻ ക്യാപിറ്റലായ കൊച്ചിയിൽ കല്യാൺ സിൽക്സിന്റെ ഷോറൂമിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ശ്രേണിയായ രാജ് ഖരാന സിൽക്സ് ഞങ്ങൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനോടനുബന്ധമായി ഒരു വലിയൊരു ഫാഷൻ ഷോവും കൂടി ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ ഫാഷൻ ഷോയിൽ കല്യാൺ സിൽക്സിന്റെ രാജ് ഖരാന ശ്രേണിയിലുള്ള ഏറ്റവും പുതിയ സാരികളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഇടയായത്. സാരിയോടൊപ്പം തന്നെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വില വരുന്ന ലഹങ്കകളുടെയും ഒരു വിപുലമായ ശ്രേണി ഞങ്ങളിവിടെ ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല വാക്കാണ്. ഈ ദിവസത്തെ നല്ലതാക്കാൻ നല്ല ചിന്തകളോടെ നമുക്ക് ഈ ദിവസം തുടങ്ങാം. നല്ല വാക്കിലേക്ക്.